ഒരു സർപ്രൈസ് ഉണ്ടേ. ഹാപ്പി ഓണം മാവേലി. നോമത്ര ഹാപ്പി അല്ല. അതെന്ത് പറ്റി? എന്റെ പൊന്നു സാറേ, കാരണത്തിൽ നീ മാവേലിയുടെ കഥ കേട്ട് ആകെ വിഷമായി പോയി. പാതാളത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അവിടുത്തെ പിള്ളേരെ UK, കാനഡ, അയർലൻഡ് അവിടെ കൊണ്ടുവന്ന് പറഞ്ഞ് ഏതോ ആൾക്കാർ വിദേശത്ത് നിന്ന് സെമിനാറൊക്കെ നടത്തി പൈസ മേടിച്ച് പറ്റിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ അവിടുത്തെ പിള്ളേർക്ക് UK ഇല്ല, കാനഡ ഇല്ല, വിദേശ പഠനമില്ല, ഒന്നുമില്ല. ആ പാമ്പിടിച്ച പിള്ളേർ അവിടുത്തെ ആൾക്കാർ ഇടിയും കൊണ്ട് അവിടെ പെട്ടിടും. ഇല്ലേ മാവേലി? പാതാളത്തിൽ നിന്നിട്ട് ഒരു സമാധാനവും ഇല്ല. നമ്മുടെ കുട്ടികൾക്ക് വിദേശ പഠനത്തെക്കുറിച്ച് വേണ്ടത്ര നിർദ്ദേശം കൊടുക്കാൻ നോമിന് കഴിയുന്നില്ല. കേരളത്തിലെ സ്ഥിതിയും സമാനമാണെന്നുള്ള വിഷമം നമ്മെ വല്ലാതെ അലട്ടുന്നു. അതുകൊണ്ടാണ് നോം കേരളത്തിലെ പ്രജകളെ പോലും കാണാതെ താങ്കളെ കാണാൻ വന്നത്. കേരളത്തിലെ സ്ഥിതി അങ്ങനെ ആയിരുന്നു, പക്ഷെ കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ? നാട്ടിലെ ഈ ഒരു പ്രശ്നത്തിനെ ഇല്ലാതാക്കാൻ ഏകദേശം 29ഓളം രാജ്യങ്ങൾ ഞാൻ യാത്ര ചെയ്ത് അവിടുത്തെ വിദേശത്തെ പഠനത്തെ കുറിച്ച് വ്യക്തമായി പഠിച്ച് അതൊരു വീഡിയോ ആക്കി കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അങ്ങ് എത്തിച്ചു കൊടുക്കും. അതെ മാവേലി, ഇപ്പൊ ഇവിടുത്തെ പിള്ളേർക്കൊക്കെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. UK, കാനഡ വാഗ്ദാനങ്ങളും കൊടുത്ത് അവരെ പറ്റിക്കാൻ പറ്റത്തൊന്നുമില്ല. അല്ലേ സാറേ? അതെ. അങ്ങനെ അങ്ങ് അവിടെയുള്ള ആളുകളുടെ ഇടികൊള്ളാൻ നമ്മുടെ പിള്ളേരെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതുപോലെ മൾട്ടിപ്പിൾ രാജ്യങ്ങളുള്ള ഇഷ്ടപ്പെട്ട കോഴ്സ്, ജോലി സാധ്യത, മികച്ച റാങ്കുള്ള യൂണിവേഴ്സിറ്റി, കുറഞ്ഞ ഫീസ്, ഇതെല്ലാം നോക്കി പഠിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ കരിയർ ബിൽഡ് ചെയ്യുന്ന കൂടെ തന്നെ വെൽ സെറ്റിൽഡ് ആകാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ വെൽ സെറ്റിൽഡ് ആയത്. നോമും താങ്കളെ പോലെ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു മാവേലി വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കണം? പിന്നെ സാറിനെ കണ്ടാ പോരെ? സ്വന്തം നാട്ടിൽ മാറ്റങ്ങൾ വരാൻ ഒരാൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അത് നിർബന്ധമായി നടക്കുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അങ്ങ്.